Watching television newspaper. കോതമംഗലത്ത് നിന്നുമാണ് എൻകൗണ്ടർ ഇടവേളയ്ക്ക് ശേഷം പ്രേക്ഷകരിലേക്ക് വീണ്ടും എത്തുന്നത്. പട്ടികയിൽ മുൻതൂക്കമാർക്ക് എന്നതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് നിരവധി ചോദ്യങ്ങളുമായി കോതമംഗലത്തെ വളരെ രോഷാകുലരായ ചെറുപ്പക്കാരും വോട്ടർമാരും നമ്മളോടൊപ്പം ഈ സന്ധ്യയിൽ ഈ രാത്രിയിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് രണ്ട് ചോദ്യങ്ങളിലേക്ക് കോതമംഗലത്തെ ആൾക്കാരുടെ പ്രതികരണം എടുത്തതിനു ശേഷം ഞാൻ പാനലിൽ വരാം. ചേട്ടാ എന്താ അങ്ങോട്ട് വരാം. പറഞ്ഞാട്ടെ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്ര ദിവസവും ഇന്ത്യയിൽ നിന്നു എന്നാണ് ഈ മാന്യ സുഹൃത്ത് ചോദിച്ചത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ലോകരാജ്യങ്ങൾ മുഴുവൻ സഞ്ചരിച്ച് ലോകരാഷ്ട്രങ്ങളുമായി നല്ല ബന്ധം ഉണ്ടാക്കിയത് കൊണ്ടാണ് പാകിസ്ഥാൻ യുദ്ധമുണ്ടായപ്പോൾ ലോകരാജ്യങ്ങൾ നമ്മളെ കൂടെ നിന്നത്. അല്ലെ, ഇതിനു മുൻപ് ചൈന അടക്കം നമ്മളെ എതിർത്തു എങ്കിൽ ഇന്ന് ചൈന അടക്കം നമ്മുടെ കൂടെ. ഒരു കാര്യം കൂടി, ഇന്ത്യയിലെ പ്രധാനമന്ത്രി ലോകരാജ്യത്ത് പോയി 30,000 കോടി ഉറുപ്പിയുടെ റാഫേൽ അഴിമതി നടത്തിയത് ലോകരാജ്യങ്ങൾ പരിഹാസത്തോടെ കാണുകയാണ്. ചോദിക്കാനുള്ളത് കോൺഗ്രസിന്റെ പ്രതിനിധിയോടും സിപിഎമ്മിന്റെ പ്രതിനിധിയോടാണ്. ഒരു കാലഘട്ടത്തില് ഇന്ത്യൻ പാർലമെന്റില് ജവഹർലാൽ നെഹ്റുവിനെ പോലും വെല്ലുവിളിക്കാൻ ശക്തിയുണ്ടായിരുന്ന ഇന്ത്യയിലെ ഇടതുപക്ഷവും 4/3 ഭൂരിപക്ഷത്തോടെ ഇന്ത്യയെ ഉറപ്പിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസും ഇത് നിലനിൽപ്പിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന കാലമാണത്. ഈ കാലഘട്ടത്തിലാണ് മോഡിയുടെ പ്രസക്തി. എന്തുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഈ ഗതികേട് ഈ രണ്ട് പ്രസ്ഥാനത്തിൽ വന്നു എന്ന് ചിന്തിക്കേണ്ട കാലമാണ്. മറുപടി പറയണം. സിപിഎം കോൺഗ്രസും ഇന്ന് നിലനിൽപ്പിന് വേണ്ടി കെഞ്ചുന്നൊരവസ്ഥയാണ്. JR പത്മകുമാറിനോടും ചാമക്കാലയിലോടുമാണ് ചോദ്യം. അതായത് BJP ചെയ്തു എന്നുള്ള വ്യാപം അഴിമതി, റാഫേൽ അഴിമതി, GST, നോട്ട് നിരോധനം, അഴിമതിയല്ല, അത് അഴിമതിയല്ല. ഏത് സാധാരണക്കാരായ കർഷകരോ വ്യാപാരികളോ ഈ കോതമംഗലത്തുണ്ടല്ലോ, ഈ നിൽക്കുന്ന ഭൂരിപക്ഷം പേരുണ്ട്. ഏത് ആളുകൾക്കാണ് BJP സത്വരണം കാഴ്ചവെച്ചത്? ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും കാഴ്ചവെച്ചിട്ടില്ല. അതുപോലെ തന്നെ അക്രമങ്ങള് 80-ലധികം കുട്ടികള് ശ്വാസം കിട്ടാതെ മരണമടഞ്ഞ UP. അതുപോലെ കാശ്മീരിലെ റസന എന്ന് പറഞ്ഞൊരു വില്ലേജില് 8 വയസ്സുള്ള ഒരു ആസിഫ എന്ന് പറഞ്ഞ പെങ്കൊച്ചിനെ MP-മാരും MLA-മാരും 8 ദിവസം പീഡിപ്പിച്ച കഥ. അതുപോലെ അമൃതനഗരം പദ്ധതിയില് കോതമംഗലത്ത് BJP-ക്കാര് കോതമംഗലത്തെ ജനങ്ങളെ പറ്റിച്ച അമൃതനഗരം പദ്ധതി. ചോദ്യം JR പത്മകുമാറിനോട്. ഞാനൊന്ന് പറയട്ടെ. വളരെ പെട്ടെന്ന് അവിടെ ബഹളം ഞങ്ങൾ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നതുകൊണ്ട് പറയാനുള്ള അവസരം തന്നാലേ പറയാൻ കഴിയൂ. ബഹളത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. അല്ല, ഈ നമ്മുടെ ഇവിടുത്തെ CPM-കാർക്ക് ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ എപ്പോഴും വടക്ക് നോക്കി യന്ത്രം വെച്ചാൽ ദീർഘദൃഷ്ടിയേ ഉള്ളൂ. അവർക്ക് ഈ അടുത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണാൻ കഴിയില്ല. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും നിങ്ങളുടെ എല്ലാ ചാനലിലും വന്ന ഒരു വാർത്ത, സ്വന്തം അച്ഛൻ്റെയും അമ്മയെയും അച്ഛനെയും അടിച്ച് അവശരാക്കിയിട്ട് 13 വയസ്സായ ഒരു കുട്ടിയെ 2 ദിവസമായി പിടിച്ചുകൊണ്ട് വരിക. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ മകനാണ്. ഓച്ചിറ. ഇത് നിങ്ങൾ കാണില്ല. അസിഫയെ കാണും, അല്ലെങ്കിൽ UP-യിലെ സംഭവം കാണും. ഇവിടെ കാണാൻ കഴിയില്ല അവർക്ക്. അതാണ് ഇവരുടെ ഒരു പ്രശ്നം. 2, അടൂര് ഈ അടുത്ത ദിവസം ഈ ഒരാഴ്ചക്കകത്താണ് ഒരു സ്ത്രീയുടെ ദേഹത്ത് ആസിഡ് ഒഴിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. അതേപോലെയാണ് തിരുവല്ലയിൽ ഒരു പെൺകുട്ടിയെ കുത്തി ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. ഇതേ ടൗണിലാണ് നമ്മുടെ കോതമംഗലത്ത് അടുത്ത് എറണാകുളത്താണ് പനമ്പള്ളി നഗറിലെ ഒരു കുട്ടിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനുള്ള ശ്രമം നടത്തിയത്. ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ടാണ് വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവത്തെ പർവ്വതീകരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, സ്വന്തം അമ്മയോടും അച്ഛനോടും ഒപ്പം കിടന്നുറങ്ങാൻ
കഴിയാൻ ഈ സംസ്ഥാനത്ത് കഴിയുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് ഇവർക്ക് എന്താ വിഷമം? ഒരു ചോദ്യം അങ്ങയുടെ പാർട്ടിക്കാരല്ലേ കാശ്മീരിലെ ഒരു അമ്പലത്തിനകത്ത് കയറ്റിയിട്ട് ഒരു പാവം പെൺകുട്ടിയെ 5 or 10 വയസ്സുള്ള പെൺകുട്ടിയെ മൃഗീയമായി ദിവസങ്ങളോളം ദൈവത്തിന്റെ മുന്നിലിട്ട് പീഡിപ്പിച്ച നിങ്ങളല്ലേ? നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ വസ്തുത മനസ്സിലാക്കാതെ പറയരുത്. വസ്തുത മനസ്സിലാക്കാതെ പറയരുത്. നിങ്ങൾ വസ്തുത മനസ്സിലാക്കാതെ പറയരുത്. തിരുവല്ലയിൽ പെൺകുട്ടിയെ പെട്രോൾ അടിച്ചയാള് ഡിവൈഎഫ്ഐക്കാരൻ. ഓച്ചിറയിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ അച്ഛനും അമ്മയുടെയും കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ആള് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ മകൻ. നിങ്ങൾ ഇതൊക്കെ കാണാതെ പോകുന്നുണ്ടാ? നിങ്ങൾ എവിടെയെങ്കിലും നടക്കുന്ന ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട്? നിങ്ങൾ കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങളിലേക്ക് വരൂ. കേരളത്തിൽ ഞാൻ പറഞ്ഞതിനെ നിങ്ങൾക്ക് കണ്ടിക്കാൻ കഴിയോ? ഓച്ചിറയിൽ ഇന്നലെ അമ്മയുടെയും അച്ഛന്റെയും കയ്യിൽ നിന്ന് അവരെ അടിച്ചതിന് ശേഷം 13 വയസ്സുള്ള പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ മകൻ. നിങ്ങൾക്ക് നിഷേധിക്കാമോ? നിങ്ങൾക്ക് നിഷേധിക്കാമോ? ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ജ്യോതികുമാറിനോട് ചോദ്യം. ജ്യോതികുമാറിനാണ് ചോദ്യം. ഈ തെരഞ്ഞെടുപ്പില് കോൺഗ്രസിനെ സംബന്ധിച്ച് 8 നിലയിൽ പൊട്ടാനുള്ള ഒരു തെരഞ്ഞെടുപ്പായി മാറുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വിചാരിച്ചാൽ ഈ രാജ്യത്ത് ഒന്നും സംഭവിക്കില്ല എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറുകയാണ്. അങ്ങയുടെ പോക്കറ്റിലല്ലല്ലോ ഈ കേരളത്തിൽ ഇന്ത്യയിലുള്ള 130 കോടി ജനങ്ങൾ ഇരിക്കുന്നത്. വെറുതെ തമാശ പറയാതിരി സീരിയസ് ആയി കാര്യങ്ങളെ കാണും. ചുമ്മാ ഒരു മൈക്ക് കിട്ടിയെന്ന് പറഞ്ഞ് എന്തും പറയാതിരി. ഇവിടെ പറയുന്ന രാഷ്ട്രീയമാണ്. ഇവിടെ പറയുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന പൊളിറ്റിക്സിനെ കുറിച്ചാണ്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അധികാരത്തിലുള്ള 2 സർക്കാരുകളുടെ ദുഷ്പ്രവർത്തികൾ, ജനദ്രോഹ നടപടികൾക്ക് എതിരായുള്ള വിധിയെഴുത്താവും ഈ തെരഞ്ഞെടുപ്പ്. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ മടങ്ങിവരവ് അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ ഡിബേറ്റ് നടക്കുന്നത്. എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിന്റെ മടങ്ങിവരവ് ഇന്ത്യയിലെ ജനകോടികൾ ആഗ്രഹിക്കുന്നു. അതിനുള്ള വിധിയെഴുത്താവും ഉണ്ടാകുന്നത്. അല്ലാതെ ഈ പറയുന്ന സഹോദരന്റെ പോക്കറ്റിലല്ല ഇന്ത്യയിലെ ഹോട്ടലിലായിരിക്കുന്നു എന്നുള്ള കാര്യം മറക്കരുത്. നമുക്ക് 23-ാം തീയതി വീണ്ടും കണ്ടുമുട്ടാം. ഇതേപോലെ തന്നെ നമുക്ക് കണ്ടുമുട്ടാം. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച്, ദേശീയ തലത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നടപടികളെ സംബന്ധിച്ച്, ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അധികാരത്തിലിരിക്കുന്ന ഇടത് NDA മുന്നണികളുടെ ഭരണത്തിലെ ദുഷ്ചെയ്തികളെ സംബന്ധിച്ച് ജനങ്ങൾ അതിനോട് പ്രതികരിക്കും. അതിലൂടെ തീർച്ചയായും കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വരേണ്ട സാഹചര്യം ഉണ്ടാവുന്നതിൽ ഒരു തർക്കവും വേണ്ട. ശ്രീ ജേക്കബ് ജോർജ്, നിലവിൽ രാഷ്ട്രീയ പ്രചരണം ഇരു മുന്നണികളും ആരംഭിച്ചു. നാളത്തോടുകൂടി NDA മുന്നണി പ്രചരണം ആരംഭിക്കും. നിലവിൽ വരാൻ പോകുന്ന ഏപ്രിൽ മാസം 23-ാം തീയതി വരെ പ്രചരണത്തിന്റെ തീച്ചൂട് നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും ഒരുപക്ഷെ ഇതിന്റെ ക്യാമ്പയിൻ ആകാൻ പോകുന്നത് എന്തായിരിക്കുമെന്നാണ് അങ്ങയുടെ ആഗ്രഹം, അല്ലെങ്കിൽ എന്തായിരിക്കണമെന്നാണ് അങ്ങയുടെ ആഗ്രഹം? എനിക്ക് തോന്നുന്നത്, എൻ്റെ ആഗ്രഹം എന്നുള്ളതല്ല, ഞാൻ കാണുന്നത് കേരളത്തിൽ ദേശീയ രാഷ്ട്രീയം നരേന്ദ്രമോദിയുടെ ഭരണം തുടരണമോ വേണ്ടയോ, വീണ്ടും നരേന്ദ്രമോദി മുഖ്യമന്ത്രിയാവണമോ, BJP അധികാരത്തിൽ വരണമോ എന്നുള്ള ചോദ്യം തന്നെയായിരിക്കും കേരളത്തിൽ. പക്ഷേ അതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ മത്സരം പ്രധാനമായിട്ടും ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും ദേശീയ തലം തന്നെയായിരിക്കും അവരുടെ ഒരു അടിസ്ഥാനമായ പ്രചരണത്തിൻ്റെ അടിസ്ഥാനം. അവസാനമായി ശ്രീ എസ് ആർ ശക്തിധരൻ, നിലവിൽ മത്സരം കടുക്കുകയാണ്. പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവും. അങ്ങിപ്പോഴും പ്രതീക്ഷിക്കുന്നത് CPM മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഈ പ്രചരണത്തിന്റെ ക്യാമ്പയിൻ മോട്ടോ എന്തായിരിക്കും? മോദി വിമുക്ത ഭാരതം എന്നതായിരിക്കുമോ? മോദി കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നായിരിക്കുമോ? അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കും. 20 MP-മാരെയും LDF-ൽ നിന്ന് വിജയിപ്പിച്ചു വിട്ടാൽ ആരായിരിക്കും നിങ്ങളുടെ പ്രധാനമന്ത്രി എന്ന ചോദ്യം. അല്ല, ഇതെല്ലാം ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യങ്ങളാണ്. ഞാൻ അതിനോട് ആ രീതിയിൽ പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും CPM-ഉം അതുപോലെ തന്നെ LDF-ഉം ആഗ്രഹിക്കുന്നത് ഒരു നിമിഷം മുൻപേ മോദി ഗവൺമെൻറ്റിനെ ഇന്ത്യൻ ഭരണ കസേരയിൽ നിന്നും ചവിട്ടി പുറത്താക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടോ. ആ മോട്ടോ സബലീകരിക്കുന്നതിന് വേണ്ടി രാജ്യത്തിലെ മതനിരപേക്ഷ കക്ഷികളെയും ജനാധിപത്യ വിശ്വാസികളുടെയുമായ ഒരു വലിയ മുന്നണി
ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ടാവണം. ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ആര് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ നിശ്ചയിക്കുന്ന ഒരു കാര്യമില്ലെന്നേ. ദേശീയ തലത്തിൽ കാര്യം ഉണ്ടാകേണ്ട സുഹൃത്തെ അവിടെ ഇരുന്നോ. ദേശീയ തലത്തിൽ കാര്യം കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ അതിഥികൾക്കും നന്ദി. 1.5 മണിക്കൂർ നീണ്ട ഈ ചർച്ച ഇനി വരാൻ പോകുന്ന മണിക്കൂറുകളിലും ചർച്ചയുണ്ടാവും. ജനാധിപത്യങ്ങളെ കോതമംഗലത്തിനും നന്ദി. താങ്ക് യു. ഈ എൻകൗണ്ടർ കോതമംഗലത്തിൽ നിന്നും വിട പറയുന്നു. ശുഭരാത്രി. You are watching 24 from News Headquarters, Kochi.